പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ന്യൂ മോഡൽ പ്രിന്ററായ കനോൺ MB5170 എന്ന പ്രിന്ററിന്റെ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. കനോണിന്റെ ഈ മോഡൽ പ്രിന്റർ നിങ്ങൾക്ക് മൊബൈലിൽ നിന്നും പ്രിന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനാദ്യം വേണ്ടത് പ്രിന്ററിൻ്റെ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആയിരിക്കണം, എങ്കിൽ മാത്രമേ മൊബൈലിൽ നിന്ന് പ്രിന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മൾ മൊബൈലിൻ്റെ വൈഫൈ സെറ്റിങ്സിൽ പോയിട്ട് പ്രിന്ററിനെ ആദ്യം കണക്ട് ചെയ്യണം. അപ്പോൾ വൈഫൈ ഡയറക്റ്റ് എനേബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ വൈഫൈ സെറ്റിങ്സ് ഓപ്പൺ ആക്കി ഇവിടെ നമ്മുടെ പ്രിന്ററിൻ്റെ പേര് വരുന്നില്ല, അപ്പോൾ ഈ സമയത്ത് നമുക്ക് കണക്റ്റ് ആവില്ല. അപ്പോൾ എങ്ങനെയാണ് വൈഫൈ ഡയറക്റ്റ് എനേബിൾ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ പ്രിന്ററിൻ്റെ ഇവിടെ താഴെ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും വൈഫൈ ലാൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡിസേബിൾ ലാൻ, ആക്ടിവേറ്റ് വൈഫൈ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ രണ്ടാമതായിട്ട് കാണുന്ന ഓപ്ഷൻ കണ്ടില്ലേ, ആക്ടിവേറ്റ് ഡയറക്റ്റ് കണക്റ്റ് എന്നുള്ള ഓപ്ഷൻ കണ്ടില്ലേ. അപ്പോൾ അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചോദിക്കുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യുക, യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ആ യെസ് എന്ന് കൊടുക്കുന്നതോടുകൂടി ചെറിയൊരു ഇനീഷ്യലൈസേഷൻ അല്ലെങ്കിൽ ചെറിയൊരു ലോഡിങ് ഉണ്ടാകും, പ്രോസസ്സിംഗ് ഉണ്ടാകും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മളെ പ്രിന്ററിൻ്റെ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വൈഫൈ പാസ്വേഡ്, അതിനൊരു പാസ്വേഡും ഉണ്ടാവും. ആ പാസ്വേഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പാസ്വേഡ് കാണുന്നുണ്ടെങ്കിൽ ആദ്യം ജസ്റ്റ് ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്കതിൻ്റെ പാസ്വേഡും കാണാൻ സാധിക്കുന്നതാണ്. ആ പാസ്വേഡ് നിങ്ങളുടെ മൊബൈലിൻ്റെ വൈഫൈ സെറ്റിങ്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ പാസ്വേഡ് കാണാൻ സാധിക്കും. ഈ പാസ്വേഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നതാണ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഈ പാസ്വേഡ് നമ്മൾ എന്ത് ചെയ്യുക, മൊബൈലിൻ്റെ വൈഫൈ സെറ്റിങ്സ് എടുക്കുക. അവിടെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രിൻ്ററിൻ്റെ പേര് ഇപ്പോൾ വന്നിട്ടുണ്ടാവും. കണ്ടില്ല, ഡയറക്റ്റ് -8HB എന്നാണ് തുടങ്ങുന്ന പേര്. അതാണ് നമ്മുടെ പ്രിൻ്ററിൻ്റെ വൈഫൈ ഡയറക്റ്റിൻ്റെ പേര് വരിക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ ഈ നമ്മൾ നേരത്തെ കണ്ട പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.